നമസ്കാരം. ബുക്ക് ലാൻഡ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതിയൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നന്ദകിഷോർ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുസ്തകം പ്രവാസി എഴുത്തുകാരിയും എൻ്റെ സുഹൃത്തുമായ പ്രിയ ജോസഫ് എഴുതിയ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന പുസ്തകമാണ്. ഇതൊരു ചെറുകഥാ സമാഹാരമാണ്. 7 കഥകളുടെ ഒരു സമാഹാരമാണ്. കഥകളുടെ എണ്ണത്തിലും പേജുകളുടെ എണ്ണത്തിലും പുസ്തകത്തിൻ്റെ വണ്ണത്തിലും വളരെ ചെറിയൊരു പുസ്തകമാണ്. പ്രിയ നമുക്കങ്ങനെ ഒരു പുതിയ എഴുത്തുകാരി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്രിയ കുറച്ച് കാലമായി എഴുതി തുടങ്ങിയിട്ട് 10-30 കൊല്ലത്തിന് മുകളിൽ പ്രിയ എഴുതിയിട്ടുണ്ട്. 2 തവണ ഗൃഹലക്ഷ്മി അവാർഡ് മേടിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എഴുത്തുകാരി ഒരു സമാഹാരം ഇറക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു സമാഹാരം ആദ്യമായിട്ട് ഇറക്കുന്നത് പ്രിയ. എന്തുകൊണ്ട് ഇത്രമാത്രം കുറഞ്ഞു പോയി എന്നൊരു സംശയം നമുക്കുണ്ടാവാം. അത് പ്രിയ അതിന് വ്യക്തമായ ഉത്തരം ഇതിൻ്റെ ആമുഖത്തിൽ നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു ധൃതിയുമില്ല, ജ്വലിച്ചു നിൽക്കണമെന്ന് ആഗ്രഹവുമില്ല, മറ്റാരെയും അനുകരിക്കാതെ എനിക്ക് എഴുതാൻ തോന്നുന്നത് മാത്രം എഴുതുക, ഞാനായി മാത്രം നിൽക്കുക. ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം ഈ ഞാനായി മാത്രം നിൽക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് കാലത്തിപ്പോൾ എഴുത്തുകാരൊക്കെ മോഡേണിസം കഴിഞ്ഞ് പോസ്റ്റ് മോഡേൺ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഉത്തരാധുനികതര കാലഘട്ടത്തിലാണ്. പക്ഷെ പ്രിയ എഴുതുന്നത് നമുക്ക് പരിചിതമായ, വേണമെങ്കിൽ പഴയത് എന്ന് പറയാവുന്നൊരു ശൈലിയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല, പഴയതും പുതിയതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോ ശൈലികളെന്നേ പറയാൻ പറ്റുള്ളൂ. പ്രിയയായി മാത്രം നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈ പ്രിയയായി മാത്രം നിൽക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിയയുടെ സ്വത്വം പ്രിയ കളയുന്നില്ല. പ്രിയയിൽ 3 സ്വത്വങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാം, ഒരു പ്രവാസിയാണ് പ്രിയ. US സെറ്റിൽ ചെയ്തിട്ടൊരു മലയാളി സ്ത്രീയാണ്. 2, പ്രിയ ഒരു തിരുവിതാംകൂറിലൊരു ക്രിസ്ത്യാനി കുടുംബത്തിലെ അംഗമാണ്. ആ സ്വത്വം പ്രിയയുടെ കഥകളിലുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാട്. സ്ത്രീ കാണുന്നതും പുരുഷൻ കാണുന്നതും രണ്ട് തരത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എഴുത്തുകൾ വായിക്കുമ്പോൾ. ഇതൊന്നും കൂടാതൊരു സ്വത്വം അതിനകത്ത്, അതായത് ഒരു കൊച്ചു കുട്ടി ഇപ്പോഴും പ്രിയയിലുണ്ടെന്നുള്ളതാണ്. ഈ കഥയിൽ പലയിടത്തും ആ കുട്ടിയുടെ കാഴ്ചപ്പാട് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ ഫ്രഷായിരിക്കും അല്ലേ. അവർക്ക് ലോകം കാണുന്നതിലൊരു മറയൊന്നും ഉണ്ടാവില്ല. അവർ കാപട്യം പഠിച്ചിട്ടുണ്ടാവില്ല. തോന്നിയ പോലെ പറയും. വേദനിച്ചാൽ കരയും, സന്തോഷിച്ചാൽ ചിരിക്കും, പേടിച്ച് വിറയ്ക്കും. അവർക്കങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു മുഖം മൂടി കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്രഷ്നെസ് ഈ എഴുത്തുകളിലും ഉണ്ട് പ്രിയയുടെ. ഇതിൽ പല കഥകളിലും കുട്ടിയാണ് ആഖ്യാതാവായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കഥകൾ നമുക്ക് ഓരോന്നേ എടുത്തു നോക്കാം. ഇനി ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ശീർഷക കഥയാണ്. അത് 4ാമത്തെ കഥയാണ് ഈ 7 കഥകളിൽ. മധ്യത്തിലാണ് ഇരിക്കുന്നത്, മാണിയും ഇന്ദിരാഗാന്ധിയും. അപ്പോൾ ഈ മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊരു രാഷ്ട്രീയ കഥയാണോ നമുക്ക് തോന്നുമല്ലേ. സ്വാഭാവികമായിട്ടും മാണി എന്ന് പറയുമ്പോൾ നമുക്ക് KM മാണിയും ഇന്ദിരാഗാന്ധിയൊക്കെ ഓർമ്മ വരും. പ്രിയ ഒരു കുസൃതിയായിട്ട് ചെയ്തതാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. പ്രിയയ്ക്ക് അങ്ങനെ ഈ ചെറിയൊരു ഹാസ്യത്തിൻ്റെ ഒരു നർമ്മത്തിൻ്റെ ഒക്കെ ഒരു രീതി ഇതിൽ ചേർക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതിൽ പറയുന്ന മാണി ഒരു സ്ത്രീയാണ്. അതായത് ഈ ആഖ്യാതാവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ്. അവർ ആഖ്യാതാവിൻ്റെ അമ്മയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു, ജോലിക്കാരിയുടെ മകളായിരുന്നു. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഈ ജോലിക്കാരുടെ മക്കളും വീട്ടിലെ കൊച്ചമ്മമാരുടെ മക്കളും ഒക്കെ ഒന്നിച്ച് കളിക്കും. അപ്പോഴും അവർ ഉച്ചനീചത്വങ്ങൾ കുറയ്ക്കില്ല. ഒരാൾ തമ്പുരാട്ടിയും മറ്റേ ജോലിക്കാരിയും തന്നെ ആയിരിക്കും. വലുതാവുമ്പോൾ കുട്ടികൾ മിക്കവാറും അവിടെയൊക്കെ ജോലിക്കാരായിട്ട് മാറും. അങ്ങനത്തെ ഒരാളാണ് മാണി. അപ്പോൾ മാണി ആ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഇരിക്കും. ഈ കഥ പറയുന്ന കുട്ടി ലൂസി വീട്ടിലേക്ക് അമ്മയോടൊപ്പം മടങ്ങി വരുന്നത് ഒരു ട്രാജഡി കഴിഞ്ഞിട്ടാണ്. അതായത് ഈ ലൂസിയുടെ അമ്മയെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഇവർ അമേരിക്കയിലായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരികയാണ്. അപ്പോൾ അമ്മയുടെ ദുഃഖം കുട്ടി കാണുന്നുണ്ട്. കുട്ടിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. 9 വയസ്സായ കുട്ടിയായ കാരണം അത്രേ മനസ്സിലാവുന്നുള്ളൂ. അമ്മ ഗർഭിണിയാണെന്നുള്ള സൂചനകളും ഇതിനകത്തുണ്ട്. പക്ഷെ കുട്ടിക്ക് വീട്ടിലുള്ള സന്തോഷം, വലിയ പറമ്പും തൊടിയുണ്ട്, മാണിയോടൊപ്പം കളിച്ച് നടക്കാം. അങ്ങനെ കഥ പോവുകയാണ്. അപ്പോൾ ഈ കഥ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവർ കത്തോലിക്ക കുടുംബമാണെന്ന് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ബന്ധം വേർപെടുത്താൻ പറ്റില്ല എന്ന് അപ്പാപ്പൻ പറയുന്നതായിട്ട് ഇതിൽ മെൻഷനുണ്ട്. അച്ഛനെ ഉപേക്ഷിച്ച് പോയാലും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഗർഭം വളരെ ഒബ്വിയസ് ആണ്. അന്ന് കാലത്തൊന്നും കഥ നടക്കണ 80കളിലൊന്നും ഗർഭം ആലസിപ്പിക്കുന്നത് ആലോചിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുട്ടിയുടെ അമ്മ വന്നിരിക്കുന്നത്. ഈ കഥ എവിടെയാണ് കഥയ്ക്കൊരു വ്യത്യാസം വരച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് മാണിയെ കാണുമ്പോൾ മാണിക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ഒരു
ശക്തമായ പ്രതീകമായിരുന്നല്ലോ. ഒരു എംപവേർഡ് വുമൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിലെ ആൾക്കാർ ഇന്ദിരാഗാന്ധിയാണ് പെട്ടെന്ന് പറയുക. എൻ്റെ അമ്മയുടെയൊക്കെ തലമുറയിലെ ആൾക്കാർക്ക് ഇന്ദിരാഗാന്ധി ഒരു റോൾ മോഡലൊക്കെ ആയിരുന്നു. ഇന്ദിരാഗാന്ധി ആണുങ്ങളൊപ്പം അടിച്ചു നിന്ന് രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിച്ചെടുത്തു, അമേരിക്കൻ പ്രസിഡന്റിനോട് പോടാവില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള നമുക്കറിയാവുന്നതാണ്. ഈ മാണിക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്ന് ഈ കുട്ടി പറഞ്ഞ് ആദ്യം എല്ലാവരും തമാശയായിട്ട് എടുക്കും. പിന്നെ ആൾക്കാരത് ഏറ്റുപാടി തുടങ്ങും. ശരിയാണല്ലോ, ഈ മാണി കണ്ട ഇന്ദിരാഗാന്ധിയുടെ ഒരു ചായ ഉണ്ടല്ലോ. അങ്ങനെ പോയി മാണിക്കും തോന്നുകയാണ് എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്ന്. അതോടെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു താൻ പോരുമ മാണിയിലേക്ക് വരികയാണ്. കള്ളു കുടിച്ചു വരുന്ന തല്ലണ ഭർത്താവിനെ തിരിച്ചു തരില്ല മുതലായ കാര്യങ്ങളൊക്കെ മാണി ചെയ്തു. ക്രമേണ മാണിയുടെ ഈ തൻ്റെ ഇടം ഈ ലൂസിയുടെ അമ്മയിലേക്കും വ്യാപിക്കുകയും അവർ കടുത്തൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയോട് കൂടി കഥ അവസാനിക്കുന്നത്. ഇത് ഒരു എംപവർമെൻ്റാണ് കഥയിൽ പറയുന്നത്, വുമൺസ് എംപവർമെൻറ്റ്. പക്ഷേ ഒരു കുട്ടിയുടെ കണ്ണിൽ കൂടെ പറയുന്നത് കൊണ്ട് അതിനൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ഒട്ടും ഒരു മുദ്രാവാക്യം പറയുന്ന പോലെയല്ല ഇത് പ്രിയ അവതരിപ്പിക്കുന്നത്. സ്വസിദ്ധമായ നർമ്മത്തോടെയും വൈകാരികതയോടെയും കൂടിയിട്ടാണ് ഈ സ്ത്രീകളുടെ സ്വത്വം ഉറപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കഥാകൃത്ത് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ രണ്ടാമത്തെ കഥയിലേക്ക് വരാം, ജാനകി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ കഥ എടുക്കുമ്പോൾ അതിനകത്തും ഒരു സ്ത്രീ, ഒരു ഗുജറാത്തി സ്ത്രീയാണ്. അതും അമേരിക്കയിലാണ് നടക്കുന്ന കഥ. ഈ ഗുജറാത്തി സ്ത്രീ കഥ പറയുന്ന ആഖ്യാതാവിന് കുട ചൂടി കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ കുട ചൂടിന് കാശ് മേടിക്കും, വാടക. അങ്ങനെയാണ് അവർ പല പൈസ ഉണ്ടാക്കുന്നത്. അവരൊരു സ്വഭാവം അങ്ങനെയാണ്, അവർ സ്വീറ്റ്സ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥ പറയുന്ന സ്ത്രീയും മോശക്കാരിയല്ല, ചെറിയ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഈ സ്ത്രീയുടെ സ്വീറ്റ്സ് മാർക്കറ്റ് ചെയ്താൽ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം നല്ലൊരു പെർസെൻറ്റേജ് എനിക്ക് സമ്പാദിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അത് വിജയിക്കില്ല. കാരണം ഗുജറാത്തി പെണ്ണാണ്, എത്ര പ്രായമായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീയാണെങ്കിലും ആ സ്ത്രീ അവസാനം പറയും ബിസിനസ് ബെറ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും എംപവേർഡാണ്. മകൻ മരിച്ചുപോയി, മകൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒന്നും വിചാരിക്കുന്നത് ഭർത്താവൊക്കെയാണ് സ്ത്രീ വീട്ടിലുള്ളത്. എന്നിട്ടും ആ സ്ത്രീ പിടിച്ചു നിൽക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അത് വേറൊരു മുഖം. ഇനി ഈ സ്ത്രീകളുടെ എംപവർമെൻറ്റ് പ്രമേയമായി വരുന്ന രണ്ട് കഥകളിൽ അചേതന വസ്തുക്കളിലാണ് സ്ത്രീകൾ അവരുടെ സ്വത്വം കണ്ടെത്തുന്നത്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇതിൽ ഈ പ്രിയയുടെ തന്നെ ആത്മകഥാംശം ഒരുപാടുള്ളതെന്ന് പ്രിയ തന്നെ സമ്മതിക്കുന്ന ഒരു കഥയുണ്ട്. ഗുർജരി ബാഗ് എന്നും പറഞ്ഞിട്ട്, വയ്യാതെ കിടക്കുന്ന, അതായത് നിത്യരോഗിയായ മകളെ ശുശ്രൂഷിച്ച് മടുത്ത ഒരമ്മയെ പറ്റിയും, ആ അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു അമേരിക്കൻ സ്ത്രീയെ കണ്ട് അവരുടെ കയ്യിലുള്ളൊരു ഗുർജരി ബാഗ്, ഗുജറാത്തിൽ നിന്നുള്ള ഹാൻഡിക്രാഫ്റ്റ് ഒരു ഐറ്റമാണ് ഗുർജരി ബാഗ്, അത് ഇഷ്ടപ്പെടുകയും ഇവരെന്നാ ബാഗ് നീ എടുത്തോ പറഞ്ഞ് സ്ത്രീക്ക് കൊടുക്കുന്നു. ഈ ബാഗ് കിട്ടിക്കഴിഞ്ഞ് ഇവർ വേർപിരിഞ്ഞ് പോണ സമയത്താണ് തന്നെ പോലെ തന്നെ വലിയൊരു ട്രാജഡി മറ്റേ സ്ത്രീയും അനുഭവിക്കുന്നുണ്ടെന്ന് ഈ കഥയുടെ ആഖ്യാതാവ് മനസ്സിലാക്കുന്നത്. അവർ രണ്ടുപേരുടെയും ആ ഒരു അതിജീവനം ആ ഗുർജരി ബാഗിൽ ഉടക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഥയുടെ പേര് ഗുർജരി ബാഗ് തന്നെയാണ്. അത് രസകരമാണ്. ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരുള്ള വേറൊരു കഥയുണ്ട്, എൻ്റെ ആൻ ക്ലെയിൻ ജാക്കറ്റ്. ഇത് വളരെ രസകരമാണ്. ഈ ആൻ ക്ലെയിൻ ജാക്കറ്റ് ഈ പറഞ്ഞ കഥയിലത്തെ ആഖ്യാതമായ ഭാനു സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. അപ്പോൾ ഈ സ്ത്രീ അമേരിക്കയിലാണ്, ഭർത്താവിൻ്റെ കൺട്രോളിലാണ്. അതാ രസം. ഇതൊരു അടിമത്തം എന്ന് പറയുന്നത് സ്ത്രീയെ ചങ്ങലക്കിടുന്ന പ്രാകൃതമായ അടിമത്തല്ല. ഭർത്താവ് കെയർ കൊണ്ട് അടിമത്തം കൊടുക്കുന്ന ഒരാളാണ്. ഭാര്യയ്ക്ക് ഞാൻ നോക്കിക്കോളാം, നീ എന്തിനതൊക്കെ ചെയ്യണേ എന്നൊക്കെയുള്ള രീതിയിലുള്ള നമ്മൾ ഒരുപാട് മധ്യവർഗ കുടുംബങ്ങളിൽ കാണുന്ന ഒരു പുരുഷ മേധാവിത്വം ഈ സ്ത്രീ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുമ്പോഴാണ് ഇച്ചിരി ഈ ആംഗ്ലൈൻ ജാക്കറ്റ്, ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ച ആംഗ്ലൈൻ ജാക്കറ്റ് കളഞ്ഞുപോയി. ഇത് കളഞ്ഞു പോയതോടുകൂടി വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലെത്തുകയാണ്. കാരണം എൻ്റെ എന്തോ പോയി, ഞാൻ നഷ്ടപ്പെട്ടു എന്നാണ്. എഗെയിൻ സ്വത്വം വീണ്ടും അവിടെ വരികയാണ്. ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്ത്രീ എല്ലാ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലും കയറി നടക്കുകയാണ്, ചാരിറ്റി ഷോപ്പുകളിലൊക്കെ. ഈ ആംക്ലൈൻ ജാക്കറ്റ് എവിടെയും കിട്ടുമോ എന്ന് അറിയാനായിട്ട് പോയ ജാക്കറ്റ് അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഇവർ ആംക്ലൈൻ കമ്പനിക്ക് ഒരു മെയിൽ അയക്കുകയാണ്, ആ ജാക്കറ്റ് പറഞ്ഞാൽ പുതിയത് കിട്ടുമെന്ന്. അവർ പറഞ്ഞു ഞങ്ങൾ ആ മോഡൽ നിർത്തി, ഇനി കിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ മനസ്സിലാക്കുകയാണ് എൻ്റെ കംപ്ലീറ്റ് സ്വത്തും പോയി. പക്ഷേ ആ മനസ്സിലാക്കലിൽ വലിയൊരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. ആ സ്ത്രീ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുക. ഒരു കുറിപ്പ് എഴുതി വയ്ക്കും, ഐ ലോസ്റ്റ് മൈസെൽഫ് വെൻ ഐ ലോസ്റ്റ് ദാറ്റ് ജാക്കറ്റ്, ഓർ മേ ബി ഐ ഫൈനലി ഫൗണ്ട് മൈസെൽഫ്, ഐദർ വേ ഐ കാൺട്ട് സ്റ്റേ. ആ ജാക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അവസാനം എന്നെ കണ്ടെത്തി, എനിക്ക് നിൽക്കാൻ പറ്റില്ല.
അവൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് സ്വത്വത്തിനെ അവൾ കളഞ്ഞു എന്നുള്ളതാണ് ഈ ഇത് വളരെ ശക്തമായ കഥയാണ്. വളരെ സട്ടിലായിട്ട് MT പറയുന്ന പോലെ എഴുതാപ്പുറങ്ങളുടെ കഥ, ധ്വനിപ്പിക്കുന്ന കഥ പറയാത്തത്. അതാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ആരോ സെക്കൻഡ് ഹാൻഡ് കൊടുത്തൊരു ആൻക്ലൈൻ ജാക്കറ്റ് ആയിരുന്നു പോലെയായിരുന്നു ഞാൻ. അത് എൻ്റെ നിന്ന് പോയപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതേപോലെ കുറച്ച് ഹാസ്യം കലർന്നൊരു കഥയുണ്ട്. അതും ഒരു പ്രവാസി സ്ത്രീയുടെ കഥയാണ്. അത് പക്ഷേ അമേരിക്കയിലൊരു അണ്ടർവേൾഡ് രാജാവിനെ കാണുന്നൊരു കഥയാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ അധോലോക രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സ്ഥിരം ഈ സിനിമയിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞ് മടുത്തൊരു സാധനമാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തമ്മനം മുതൽ ഷിക്കാഗോ വരെ ഒരു പാവം അധോലോക കഥ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അറിയാലോ ഷിക്കാഗോ ഗാങ്സ്റ്റേഴ്സിൻ്റെ സെൻ്ററാണ് ഒരു കാലത്ത് ആയിരുന്നു. ഈ തമ്മനം വരുന്നത് എങ്ങനെയാണെന്നുള്ളത്, തമ്മനം ഷാജി എന്നൊരു പ്രസിദ്ധ പേര് കേട്ടൊരു ഗുണ്ടയുണ്ടായിരുന്നു എറണാകുളത്ത്. എനിക്കൊക്കെറിയാം, ഞാൻ എറണാകുളത്തുള്ള കാലത്ത് എനിക്കറിയാം. ഇദ്ദേഹം അവിടെ പൊതുവെ പ്രസിദ്ധനാണ്. ഈ തമ്മനം ഷാജിയെ പറ്റി പറഞ്ഞാണ് കഥ തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്ന വാചകം ഈ അധോലോകം എന്നത് ആനി തോമസ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമകൾ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുമുണ്ട്, പക്ഷെ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. സറീനയെ പരിചയപ്പെടുന്ന വരെ എന്നാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഈ തമ്മനം ഷാജിയെ പറ്റിയാണ്. ഈ തമ്മനം ഷാജി തീരെ ആരോഗ്യമില്ലാത്ത വളരെ മെലിഞ്ഞൊരു മനുഷ്യനാണ്, പക്ഷേ എറണാകുളത്ത് ഇതുപോലെ അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ്. ആ തമ്മനം ഷാജിയും ഡിസൂസ, ബെഞ്ചമിൻ ഡിസൂസ എന്ന് പറഞ്ഞ വലിയ ഒരു ഗുണ്ട, അമേരിക്കയിലത്തെ ഒരു ശരിയായ ഒരു അണ്ടർവേൾഡ് കിങ്, ഇവർ രണ്ടുപേരും താരതമ്യം ചെയ്യുന്ന കഥ പോണേ. ഈ ഡിസൂസ ശരിക്കും അപകടകാരിയാണ്. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ആനി തോമസിന് ഡിസൂസയും ഒരു തമ്മനം ഷാജിയാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവസാനം കഥ അവസാനിക്കുമ്പോൾ ഈ ബെഞ്ചമിൻ ഡിസൂസിൻ്റെ അടുത്തുനിന്ന് അയാളുടെ ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ ഈസിട്ട് സഹായിക്കും. ആ ഭയത്തിലിരിക്കുകയാണ്. അപ്പോൾ കഥ അവസാനിക്കുമ്പോൾ പറയുകയാണ്, ഇത് എഴുതിയതിൻ്റെ പേരിൽ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ തോക്കും ചൂണ്ടി ബെഞ്ചമിൻ ഡിസൂസയുടെ ഗുണ്ടകൾ ആനി തോമസിനെ വകവരുത്താൻ വരില്ല എന്ന് ആര് കണ്ടു? ഇനി അതല്ല, കൊച്ചിയിൽ വിമാനം ഇറങ്ങുമ്പോൾ എഴുതിയതെല്ലാം വായിച്ച് കൊതുക് പോലുള്ള എന്ന പ്രയോഗത്തിൽ പ്രതിഷേധിച്ച്, ഈ കൊതുക് പോലുള്ള തമ്മനം ഷാജിയെ വിളിച്ച പേരാണ് കേട്ടോ, രാഗി മിനുക്കിയ കത്തിയുമായി ആനി തോമസിനെ സ്വീകരിക്കാൻ തമ്മനം ഷാജി നിൽക്കില്ലെന്ന് ആര് കണ്ടു? രണ്ടാണെങ്കിലും ആനി തോമസിന് പുല്ല. ആ ഒരു വാചകത്തിലാണ് ഈ ഇവിടെയും ഒരു സ്ത്രീ സ്വത്വം വീണ്ടും നമ്മൾ കാണുന്നത്. രണ്ടാണെങ്കിലും എനിക്ക് പുല്ല, ഗുണ്ടയുടെ വലുപ്പമല്ല, എൻ്റെ മനഃശക്തിയാണ് പ്രധാനം എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു കഥ ഞാൻ വിവരിക്കാൻ പോണത് എഗെയിൻ ഒരു കുട്ടിയുടെ കണ്ണുകൂടെ പറഞ്ഞ കഥയാണ്. അത് അമേരിക്കയിൽ നടക്കുന്ന കഥയല്ല, അത് കേരളത്തിലാണ്. ഈ ആഖ്യാതാവിൻ്റെ കുടുംബത്തിലെ മാർക്സിസ്റ്റ് ആയി മാറിയ ഒരു അമ്മാമൻ്റെ കഥ. കാർൽ മാർക്സ് ചരിതം എന്നാണ്. അപ്പോൾ അന്ന് കാലത്തൊക്കെ ഒരു മധ്യവർഗ കുടുംബത്തിലുള്ള മാർക്സിസ്റ്റുകാരനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകയായി എന്ന് പറയുന്ന പോലെയാണ്, അത്രയും ക്രിമിനലാണ്. അപ്പോൾ ഈ അമ്മാമനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് കഥ. ഈ അമ്മാമനെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അമ്മാവൻ യാതൊരു കൺവെൻഷനും നോക്കാണ്ട് വീട്ടിലിടിച്ച് കയറും, ഹലോ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് ഓടി വരും, ചെരുപ്പൂരില്ല, ഒരു റബലുണ്ട് അയാളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആയത്. അപ്പോൾ ഈ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവസാനമായിട്ട് ഈ കുട്ടിയെ കാണാൻ വരുന്ന ഒരു ഭാഗമുണ്ട്, ഇവർ കുട്ടിയും കുട്ടിയുടെ അമ്മയും. അന്ന് ഈ കുട്ടി ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തപ്പെട്ടിരിക്കുന്നു, ക്ലാസ്സിൽ തോന്നിയ ദിവസം കാണിച്ചതിന്. അത് കുട്ടി അമ്മാവനോട് പറയുമ്പോൾ അമ്മാവൻ ഒരു ചിത്രം ആ കുട്ടിക്ക് കൊടുക്കും. അത് നമുക്കറിയാം, അത് കാർൽ മാർക്സ് ആണ് ആ ചിത്രത്തിലുള്ളതെന്ന്. എന്നിട്ട് അമ്മാവൻ എന്നേക്ക് വേണ്ടി പോവുകയാണ്. ആ ചിത്രം കുട്ടി എടുത്തു വയ്ക്കുന്നതോടുകൂടി വിപ്ലവം അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നുള്ളൊരു സൂചന അവിടെ വരുന്നുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ, ഇതിലെ ആദ്യത്തെ കഥ കന്യാവ്രതത്തിൻ്റെ കാവൽക്കാരൻ. ഇത് ബഹുരസമായിട്ടൊരു കഥയാണ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് കഥയിൽ. ഞാൻ പ്രിയ ജോസഫിനെ എന്ന വ്യക്തിയെയും കഥാകാരിയെയും പരിചയപ്പെടുന്നത് ഈ കഥയിലൂടെയാണ്. ഈ കഥ ഒരു കോവിഡ് കാലത്തെങ്ങാണ്ട് ഒരു ഓൺലൈൻ ഫോറത്തിൽ അവതരിപ്പിക്കാനായപ്പോൾ ഇതിൽ വരുന്നൊരു പ്രധാന തീം ഫുഡ് ഫെറ്റിഷിസം എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യമാണ്. അതായത് ചില പുരുഷന്മാർക്ക് ഇണയുടെ കാലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് അവൾക്ക് ലൈംഗിക തൃപ്തി കിട്ടുന്നത്. അവർ കല്യാണം ലൈംഗിക ബന്ധം പുലർത്തില്ല, ഈ കാലിനെ തലവലിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കഥയുടെ തീം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതൊന്ന് കുറച്ച് റിസർച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ കഥ അവതരിപ്പിക്കുന്ന എൻ്റെ സുഹൃത്തായ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു, ഇതിനെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പരിപാടിയിൽ ഞാനും പങ്കെടുത്തു, പ്രിയം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇത് പങ്കെടുത്തു, സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഫെറ്റിഷിസം അല്ല ഇതിൻ്റെ ഒരു തീം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റായികയാണ് ഇതിൻ്റെ തീം. അതാണ് കന്യാവ്രതത്തിൻ്റെ കാവൽക്കാരൻ എന്ന് പേര് കൊടുത്തത്. കാരണം ഈ ലൈംഗികതയോട് ബന്ധപ്പെട്ടൊരു പാപബോധമുള്ളൊരു മതമാണല്ലോ ക്രിസ്തു മതം. അപ്പോൾ ആദിപാപം എന്നാണല്ലോ അതിന് പറയുന്നത്.
അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. ഈ ഭർത്താവ് ഈ നായികയായ റേച്ചലിൻ്റെ കാല് താഴ്ചോണ്ടിരിക്കുക, അല്ലാതെ അയാൾ യാതൊന്നും ചെയ്യുന്നില്ല. ഈ സ്ത്രീക്കാണെങ്കിൽ ചെറുപ്പക്കാരിക്ക് വേണ്ട എല്ലാ വികാരങ്ങളും ഉണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ഈ സ്ത്രീ ആ വികാരം പ്രകടിപ്പിക്കാൻ നോക്കുമ്പോഴും, ചെറുപ്പക്കാരെ കാണുമ്പോഴും, എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്ത്രീ ആരെങ്കിലും ബന്ധപ്പെടുന്നൊക്കെ വരുമ്പോഴും ഈ സ്ത്രീയുടെ മനസ്സിൽ നിന്ന് യൗസേപ്പ് പിതാവ് കന്യാപുരത്തിൻ്റെ കാവൽക്കാരനായിട്ട് പുറത്തു വരും. ആ സ്ത്രീക്ക് അവസാനം ആ സ്ത്രീ ഈ ഇങ്ങനെ തന്നെ തുടരാം എന്നുള്ളതാണ് കഥയിലെ അവസാനം. അപ്പോൾ ഈ ഫുഡ് ഫെറ്റിഷിസം ഇതിനകത്ത് വന്നിരിക്കുന്നത് ലൈംഗികതയോടുള്ള ഈ ഒരു വികലമായ ഒരു പാപബോധം അതിനെ പൊളിച്ചു കാട്ടാൻ വേണ്ടിയാണ് ഈ കന്യാപുരത്തിൻ്റെ കാവൽക്കാരിൽ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഥ ഗംഭീരമായിട്ടുണ്ട്. ഇതിലെ ഹ്യൂമറും അതേസമയം പറയുന്ന പോലെ ഡിസ്ട്രസിങ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്രയും പറഞ്ഞ് പിന്നെ തീമിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പ്രിയയുടെ എഴുത്തിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയയുടെ എഴുത്ത് വളരെ ആക്സസിബിളാണ്. അതായത് വലിയ വലിയ വാക്കുകളില്ല, ബുദ്ധിമുട്ടുള്ള പ്രയോഗങ്ങളില്ല. കഥയുടെ ഘടന സുതാര്യമാണ്. ആദ്യമധ്യാന്തങ്ങളോടുകൂടി സുഖമായിട്ട് ഒഴുകുന്ന കഥയാണ് പ്രിയ. പക്ഷെ പ്രിയ ഭാഷ ഉപയോഗിക്കുന്നതിന് അതിഗംഭീര സൂക്ഷ്മതയുണ്ട്. അതിൽ 1-2 പോയിൻറ്റ്സ് ഞാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഈ കല്യാണം കഴിഞ്ഞിട്ട് ബന്ധപ്പെടൽ നടക്കാതിരിക്കുമ്പോൾ ഈ റേച്ചൽ കന്യാസ്ത്രീ ആയാലോ എന്ന് ആലോചിക്കേണ്ട ഏതൊരു. അപ്പോൾ അവർ പറയുന്നൊരു വാചകമാണിത്: കാലിനെ വരിച്ച ഒരാളുടെ ഭാര്യയായിട്ടിരിക്കുന്നതിലും ഭേദം കാൽവരിയിലേക്ക് കുരിശുമായി നടന്ന ആളുടെ മണവാട്ടിയാകുന്നതല്ലേ നല്ലത് എന്ന് അവൾ ദിവസങ്ങളോളം ധ്യാനം നിരതയാകുന്നു. അതായത് ഇവിടെ നോക്കേണ്ട 2 കാര്യമാണ്. കാൽവരിയിലേക്ക് കുരിശുമായി നടന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ കന്യാസ്ത്രീകൾ എല്ലാവരും കന്യകയായിട്ട് മരിക്കാൻ പോണത്. അത് തന്നെയാണ് സ്ത്രീയുടെ ഗതി. അതിൽ ഹാസ്യം വരുന്നത് കാൽവരി എന്നും കാലിനെ വരിച്ച എന്നുള്ള വേർഡ് പ്ലേയിലാണ്. അതൊരു വീക്കെൻഡ് ശൈലിയാണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് അതിൽ ഉടക്കും. അപ്പോൾ അതിൻ്റെ ഹാസ്യത്തിന് മൂർച്ച കൂടും. ഈ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ പുതിയ എഴുത്തുകൾ പലതും വായിക്കുമ്പോൾ പലരും ഭാഷ വെറും കമ്മ്യൂണിക്കേഷൻ മാധ്യമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പോരാ, ഭാഷയ്ക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇനി രണ്ടാമതൊരു പോയിന്റ്, സമയപരിമിതി മൂലം 2 പോയിന്റ് നിർത്തുകയാണ് ഞാൻ. ഗുരുതറി ബാഗിലൊരു ഭാഗത്ത് ഈ നിത്യരോഗിയായ കുട്ടിയുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അമ്മ പറയുന്നൊരു വാചകമുണ്ട്: മുറിയിലെ മുഷിപ്പടയാളങ്ങൾ ചിലത് കഴുകി തുടച്ചു വെച്ചു, മറ്റു ചിലത് അലക്കുപെട്ടിയിലിട്ടു, വേറെ ചിലത് ചവറ്റുകുട്ടിയിൽ കളഞ്ഞു. ഈ കുട്ടിയുടെ ഭക്ഷണം കഴിച്ച പാത്രവും ആ കുട്ടിയുടെ മലമൂത്ര സഞ്ചയങ്ങളും എല്ലാം കഴുകി എടുക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. പിന്നെ അലക്കുപെട്ടിയിലിടുന്നത് ഈ സോയിൽഡായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള വസ്ത്രങ്ങൾ, ചവറ്റുകുട്ട കിടന്നത് ടിഷ്യൂ പേപ്പർ മുതലായ സാധനങ്ങൾ, ഫുഡ് വേസ്റ്റ്, അതിനൊക്കെ മുഷിപ്പടയാളങ്ങൾ എന്നാണ് പറയുന്നത്. ഈ വാക്കിന് ഭംഗിയുണ്ട്. അതായത് ജീവിതത്തിൻ്റെ മുഷിപ്പിൻ്റെ അടയാളങ്ങൾ കൂടി എടുത്ത്, ആ സ്ത്രീ ഒരു മുഷിഞ്ഞ ജീവിതത്തിലാണ് ജീവിക്കുന്നത്, അതിൻ്റെ അടയാളം കൂടി എടുത്ത് വരുന്നുണ്ട്. ഈ വാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഈ കഥയിൽ പിന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടും ഈ 7 ചെറിയ കഥകളടങ്ങിയ ചെറിയ വലിയ പുസ്തകം ഞാൻ വിളിക്കുക, പല വട്ടം വായിക്കാൻ. ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഒരു തവണ വായിച്ചു, പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും വായിച്ചു. പല വായനകൾക്കുണ്ട് ഇതിനകത്ത്. എല്ലാവരും ആസ്വദിക്കും ഇത് വായിച്ച്. അതുകൊണ്ട് എല്ലാവരും വായിക്കുക. ഇത് വളരെ ആഴത്തിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്നവരും വെറുതെ നേരം കൊല്ലിയായ വായനക്കാർക്കൊക്കെ ഒരുപോലെ രസിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം വിട പറയുന്നു. പുതിയൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും കാണാം. എല്ലാവർക്കും നമസ്കാരം.